അന്ത്യകാല പ്രേഷിതർ, യേശുവിൻ്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമീറയില്ല കാന്തൻ വന്നിടുവാനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അന്ത്യകാല പ്രേഷിതർ, ഈ ശുശ്രൂഷയുടെ സമാപന ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ റൂഹ നമ്മെല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തെ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. കഴിഞ്ഞ 32 ദിനങ്ങൾ പരിശുദ്ധാത്മാവ് ശുശ്രൂഷയെ അത്ഭുതകരമായി കരം പിടിച്ച് നയിച്ചു. പല അഭിഷിക്ത വൈദികരിലൂടെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിലൂടെ, ആത്മായ പ്രേക്ഷിതരിലൂടെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുന്ന അന്ത്യകാല പ്രേക്ഷിതരെ, അവർ പരിശുദ്ധാത്മാവിൻ്റെ സൈന്യമാണ്. ഈ അഭിഷേക ചൈതന്യത്തിലേക്ക് സ്വർഗം നമ്മെ നയിക്കുകയായിരുന്നു. വിവിധങ്ങളായ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒത്തിരിയേറെ വർഷിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കരുണ കാണിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഇത് കൃതജ്ഞതയുടെ സമയമാണ്. ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ ഒരു കുടുംബമായി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നിറസാന്നിധ്യം അനുഭവിച്ച് ത്രിയേക ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനുള്ള അഭിഷേകത്തിൻ്റെ സമയമാണിത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രത്യേകമായി നമുക്ക് അനുഭവിക്കാം. മറ്റെന്തിനേക്കാളും ഈ നാളുകളിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ആലോചനകൾ വേണ്ടവിധം സ്വന്തമാക്കിക്കൊണ്ട് യുഗാന്ത്യ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ പ്രശോഭിതരായിട്ടുള്ള ആത്മാക്കളെയാണ്. അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. നിങ്ങളേവരെയും ഈ 33-ാം ദിനത്തിലെ ഈ സമാപന ശുശ്രൂഷയിലേക്ക് വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വചനമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിനെ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ പട്ടണത്തിൽ തന്നെ വസിക്കുവിൻ. കർത്താവ് ഇന്ന് ഈ വചനം നമുക്കായി നൽകുകയാണ്. ആരാണ് അന്ത്യകാല പ്രേക്ഷിതർ? പരിശുദ്ധാത്മ ശക്തിയിൽ, ആത്മാവിൻ്റെ കൃപാവരങ്ങളിൽ പ്രശോഭിതരായവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അവരാണ് അമ്മ മാതാവിൻ്റെ വിശ്വസ്തരായ മക്കൾ. ഈ സമാപന ദിനത്തിൽ ഈ ഒരു അഭിഷേകം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനായി
പരിശുദ്ധാത്മാവിൽ നിന്ന് ഏറ്റെടുക്കുവാനായി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീണ്ടും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 4-ാം വചനത്തിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യ സമൂഹത്തിലേക്ക് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്. ശിഷ്യ സമൂഹം മുഴുവൻ ആത്മശക്തിയിൽ നിറയപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ തീ പോലെ അവരിൽ കത്തുകയാണ്. അവരെല്ലാം ആത്മാവിന്റെ നവമായ ചൈതന്യത്താൽ നിറയപ്പെടുകയാണ്. അതിന്റെ ഒരു പ്രധാന കാരണം അവിടെ നമ്മുടെ അമ്മ മാതാവ് ഉണ്ടായിരുന്നു. അമ്മ മാതാവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മ അഭിഷേകത്തെ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മ കൃപാവരങ്ങളുടെ പകർച്ചയാൽ ശിഷ്യ സമൂഹം മുഴുവൻ നിറയപ്പെടുകയാണ്. ജീസസ്. എന്റെ സഹോദരങ്ങളെ, അന്ത്യകാല പ്രേക്ഷിത ചൈതന്യത്തിലേക്ക് സ്വർഗം നമ്മെ വിളിക്കുമ്പോൾ ഈ അമ്മ മാതാവിലൂടെ തന്നെയാണ് ഈ കൃപാവരങ്ങളെല്ലാം പരിശുദ്ധ റൂഹ നമ്മിലേക്ക് പകരുന്നത്. നമ്മൾ എത്രമാത്രം അമ്മ മാതാവിനെ സ്നേഹിക്കുന്നുവോ അതിനനുസൃതമായി നമ്മിൽ പരിശുദ്ധാത്മ കൃപാവരങ്ങൾ നിറയപ്പെടുകയും നമ്മിലൂടെ വെളിപ്പെടുകയും ചെയ്യുവാൻ. കാരണം പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ ആൾ രൂപമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയാണ് കൃപാവരങ്ങളുടെ വിതരണക്കാരി എന്ന് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവിന്റെ കൃപാവരങ്ങളാൽ അവരെല്ലാവരും പൂരിതരായി. യുഗാന്ത്യ സഭയിലായിരിക്കുന്ന നമ്മിലേക്കും ഈ അഭിഷേകത്തിന്റെ പകർച്ച ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികൾക്കെതിരെ, സാത്താന്യ പോരികൾക്കെതിരെ, പിശാച് അഴിച്ചുവിടുന്ന വിവിധങ്ങളായ ആക്രമങ്ങൾക്കെതിരെ പൊരുതി നമുക്ക് വിജയം വരിക്കാൻ കഴിയണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ സമൃദ്ധി നമ്മിൽ ഉണ്ടായേ മതിയാകൂ. അതിന് അമ്മ നമ്മെ സഹായിക്കുകയാണ്. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നിറയപ്പെടുവാൻ, ആത്മാവിന്റെ വരദാനങ്ങളിൽ നമ്മൾ എല്ലാവരും പൂരിതരാകുവാൻ, പെന്തക്കോസ്തിയുടെ ശക്തിയിൽ നമ്മളെല്ലാം നയിക്കപ്പെടുവാൻ, പരിശുദ്ധ അമ്മ മാതാവിന്റെ സാന്നിധ്യ പ്രഭ നമ്മിലെല്ലാം പ്രകാശിതമാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് ഇറങ്ങുവാൻ, നമ്മുടെ തലമുറകളിലേക്ക് ഇത് വീശി അടിക്കുവാൻ, നമ്മുടെ സമൂഹങ്ങളിലെല്ലാം ഈ അഭിഷേകത്തിന്റെ വ്യാപനം ഉണ്ടാകുവാൻ നമ്മൾ ഒന്നിച്ച് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, സ്വർഗത്തിന്റെ സൈന്യാധിപയായ, അന്ത്യകാലത്തിന്റെ പ്രവാചകിയായ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് ആവേ മരിയ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്കായി ദാഹിച്ചുകൊണ്ട് ആവേ മരിയ. ഇരു കരങ്ങളും ഉയർത്തി ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. കൃപാവരങ്ങളുടെ പകർച്ച നൽകണമേ. ജ്ഞാനത്തിന്റെ വചനം, വിവേകത്തിന്റെ വചനം, വിവേചനത്തിന്റെ വരം, പ്രവചനവരം, പുതുഭാഷകളുടെ വരം, വ്യാഖ്യാനവരം, അത്ഭുതവരം, വിശ്വാസവരം, രോഗശാന്തിവരം ആത്മാവേ ഞങ്ങളിലേക്ക് പകരുക. റിലീസ്. തീ പോലെ അത് കത്തട്ടെ. ഓരാത്മാവിലും കത്തട്ടെ, ഓരോ ഭവനത്തിലും കത്തിപ്പടരട്ടെ. അമ്മ മാതാവേ, ഞങ്ങൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നു. കൃപ തരണമേ. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം നൽകണമേ. അന്ത്യകാല അഭിഷേകം നൽകണമേ.
യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് ഒരു മനസ്സോട് ഉച്ചത്തിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാവരും ഓ സ്തുതിക്കുന്നു. ഹോളി സ്പിരിറ്റ് പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ലോകത്തിലും സഭയിലും പരിശുദ്ധാത്മ പ്രവൃത്തികൾ പ്രബലപ്പെടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തര. എത്ര പേർ ആഗ്രഹിക്കുന്നു അധികമായ അഭിഷേകം, അധികമായ ശക്തി കർത്താവേ പകരുക. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ആമേൻ. കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ, കൃപാവരങ്ങൾ നിറയട്ടെ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർ അന്ത്യകാല പ്രേക്ഷിതരായി തീരുവാൻ, ആ പ്രേക്ഷിത ചൈതന്യത്തിൽ ജനലക്ഷങ്ങൾ നിറയുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ആത്മശക്തിക്കായി, ആത്മാവിന്റെ കൃപാവരങ്ങൾക്കായി, വരദാനങ്ങൾക്കായി, യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യമായ അഭിഷേക കൃപകളാൽ നമ്മളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ മുദ്ര ചെയ്യപ്പെടുവാൻ, നമ്മുടെ മക്കൾ മുദ്ര ചെയ്യപ്പെടുവാൻ, തലമുറകൾ മുദ്ര ചെയ്യപ്പെടുവാൻ, സമൂഹങ്ങൾ മുദ്ര ചെയ്യപ്പെടുവാൻ, സഭ മുഴുവനിലും ഈ അഭിഷേകം തീ പോലെ കത്തുവാൻ ഒന്നിച്ച് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കെട്ടുകൾ അഴിക്കുന്ന അഭിഷേകം, മുഖങ്ങൾ ഒടിക്കുന്ന അഭിഷേകം, കഠിന ഹൃദയങ്ങളെ തുറക്കുന്ന അഭിഷേകം, അസംഖ്യം ആത്മാക്കളെ നേടുന്ന അഭിഷേകം കർത്താവേ പകരുക. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ പ്രശോഭിതരായ ആത്മാക്കളാണ് അന്ത്യകാല പ്രേക്ഷിതർ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിശ്വസ്തരായ മക്കൾ ഈ കൃപാവരങ്ങളിൽ നിറയപ്പെടുന്നവരാണ്. നമുക്ക് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾക്കായി, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്കായി, പരിശുദ്ധാത്മ വരങ്ങൾക്കായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചേറ്റു പറയുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിന്റെ കതിരുകളെ, അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേ, ആകാശത്തിൽ നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, മധുരമായ തണുപ്പേ, അലച്ചിലിൽ സ്വൈരമേ, അലച്ചിലിൽ സ്വൈരമേ, എഴുന്നള്ളി വരിക, എഴുന്നള്ളി വരിക. എത്രയും എത്രയും ആനന്ദത്തോടു കൂടിയായിരുന്ന, ആനന്ദത്തോടു കൂടിയായിരുന്ന പ്രകാശമേ, പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക, ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ, അങ്ങേ വെളിവ് കൂടാതെ, മനുഷ്യരിൽ പാപമല്ലാതെ, മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. യാതൊന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത്
മുറിവേറ്റിരിക്കുന്നത് വെച്ചുകെട്ടുക, മുറിവേറ്റിരിക്കുന്നത് വെച്ചുകെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയല്ലാതെ പോയത് നേർവഴിയല്ലാതെ പോയത് തിരിക്കുക, തിരിക്കുക, അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക, അങ്ങ് 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക, പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്കു തരിക. ആമേൻ. ആമേൻ. നമുക്കെല്ലാവർക്കും ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെല്ലാം സമർപ്പിക്കുക. നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ തലമുറകൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ സഭ മുഴുവനെയും എല്ലാ ജനപദങ്ങളെയും അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. വിശ്വസ പിതാവേ, പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധരെ മലാഖമാരെ, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്തിൽ യുഗാന്ത്യ സഭയിൽ ജീവിക്കുവാൻ അനേകം ആത്മാക്കളെ ഈശോയ്ക്കായി നേടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന അന്ത്യകാല പ്രേക്ഷിതരുടെ ഒരു പ്രധാന ചൈതന്യമാണ്. അവർ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ പ്രശോഭിതരായ ആത്മാക്കളാണ്. ആത്മാവിന്റെ അഭിഷേക കൃപകളിൽ പൂരിതരായവരെ, വിളങ്ങി നിൽക്കുന്നവരെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം യുഗാന്ത്യ സഭയിൽ രൂപപ്പെടുത്തുന്ന അന്ത്യകാല പ്രേക്ഷിതർ പരിശുദ്ധാത്മാവിനാൽ തീ പിടിച്ചവരാണ്. അവർ തീയുള്ള ആത്മാക്കളാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 33-ാം വചനത്തിൽ ആദിമ സഭയുടെ ഒരു വലിയ പ്രത്യേകത പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. എല്ലാവരും ആ വചനം ശ്രദ്ധിക്കണമേ. അവരെല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ സമൃദ്ധമായി ഉണ്ടായിരുന്നു. ആദിമ സഭയുടെ പ്രേക്ഷിത ചൈതന്യം ഈ കൃപാവരങ്ങളിലൂടെയായിരുന്നു. അതിവേഗം സഭ വളർന്നു. അനേകം ആത്മാക്കൾ കർത്താവായ യേശുവിന്റെ നിത്യമായ രക്ഷ സ്വന്തമാക്കി. സഭയ്ക്ക് മുൻപിലുള്ള പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ വെളിപ്പെടലുകളാൽ അതെല്ലാം ഛിന്ന ഭിന്നമായി പോയി. അതിവേഗം സഭയുടെ അതിരുകൾ വിസ്തൃതമാകാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, അതിനുള്ള പ്രധാന കാരണം അവരുടെ എല്ലാവരുടെ മേൽ ആത്മാവിന്റെ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. യുഗാന്ത്യ സഭയിലായിരിക്കുന്ന നമ്മുടെ മേലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ സമൃദ്ധി ധാരാളമായി വെളിപ്പെടേണ്ട നാളുകളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആദിമ സഭ ഇതിനേക്കാൾ അതിശക്തമായ വിധത്തിൽ ഈ അവസാന നാളുകളിൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ സഭയിലും ലോകത്തിലും പ്രബലപ്പെട്ടിരിക്കുകയാണ്. മാനുഷികമായ ശക്തി കൊണ്ടോ മാനുഷികമായ ബുദ്ധി കൊണ്ടോ നമ്മുടെ സാങ്കേതികമായ പരിജ്ഞാനം കൊണ്ടോ നമ്മുടെ ടെക്നോളജി കൊണ്ടൊന്നും പിശാചിനെ തകർക്കുവാനോ അവൻ്റെ ആധിപത്യങ്ങളെ അവൻ്റെ പോരാട്ടങ്ങളെ നിർവീര്യമാക്കുവാനോ നമുക്ക് ആർക്ക് സാധിക്കുകയില്ല. അതിന് നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിസ്വാഭാവികമായ കൃപാവരങ്ങൾ കൂടിയേ തീരൂ.
പരിശുദ്ധ അമ്മ മാതാവിലൂടെ ത്രിയേക ദൈവം രൂപപ്പെടുത്തുന്ന ഈ അന്ത്യകാല പ്രേക്ഷിതർ കൃപാവരങ്ങളിൽ സമ്പന്നരായ ആത്മാക്കളാണ്. 300 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് പ്രവചനാത്മാവിൽ സഭയോട് പ്രവചിക്കുകയാണ്. അവസാന നാളുകളിൽ, അന്ത്യനാളുകളിൽ പരിശുദ്ധ മറിയത്തിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുന്ന അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം എന്താണ്? അവസാന നാളുകളിൽ അമ്മമാതാവിനുള്ള സ്ഥാനവും ശ്രേഷ്ഠതയും എന്താണ്? മറ്റേത് നാളുകളേക്കാൾ ഉപരി അന്ത്യനാളുകളിൽ പരിശുദ്ധ മറിയം, നമ്മുടെ അമ്മ മാതാവ്, പൂർവാധികം ലോകത്തിൽ അറിയപ്പെടുവാനും അവൾ പ്രശോഭിതയാകുവാനും പരിശുദ്ധ ത്രിത്വം അതിയായി ആഗ്രഹിക്കുകയാണ്. ലോകത്തിന് വിവിധ ദിക്കുകളിൽ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ പ്രവചനങ്ങൾ നമ്മൾ അറിയിക്കുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോകരുതേ. ഈ അവസാന നാളുകളിൽ തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം പൂർവാധികം സകലരാലും അറിയപ്പെടുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് സഭയിൽ, ലോകത്തിൽ അമ്മയുടെ വിവിധങ്ങളായ പ്രത്യക്ഷീകരണങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ച് അത് വായിക്കണം. നരകത്തിൻ്റെ മേൽ മറിയത്തിനുള്ള അധികാരം അന്ത്യകാലങ്ങളിൽ പൂർവാധികം പ്രശോഭിക്കും. അപ്പോൾ പിശാച് അവളുടെ കുതികാലിനെതിരെ കെണിയൊരുക്കും. അവനോട് യുദ്ധം ചെയ്യുവാൻ മറിയം പ്രാപ്തരാക്കിയ തൻ്റെ വിനീത അടിമകൾക്കും മക്കൾക്കും, അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ, പിശാചിന്റെ പോരാട്ടങ്ങൾക്കെതിരെ, സാത്താന്യ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ പരിശുദ്ധ മറിയം പ്രാപ്തരാക്കിയ തൻ്റെ വിനീതരായ ആത്മാക്കൾ, മക്കൾ, അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. എതിരായി കെണിയൊരുക്കുമെന്നു സാരം. തുടർന്ന് വിശുദ്ധൻ പറയുകയാണ്, ലോകദൃഷ്ടിയിൽ അവർ പാപങ്ങളും നിസ്സാരരുമായിരിക്കാം. കുതികാലിന് മനുഷ്യ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ കീഴിലാക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ ഏറ്റവും എളിയ അവസ്ഥയിലായിരിക്കും അവർ. ആര്? ഈ അന്ത്യകാല പ്രേക്ഷിതർ. ഇനി വരും, നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച്, എന്നാൽ ഒരു കാര്യത്തിൽ അവർ എന്നെന്നും സമ്പന്നരായിരിക്കും. അതേത് കാര്യത്തിലാണ്? കൃപാവരത്തിൽ. ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രവചനമാണ്. ഇതൊരു പ്രൊഫസിയാണ്. അവർ എന്നെന്നും ഒരു കാര്യത്തിൽ സമ്പന്നരായിരിക്കും. കൃപാവരങ്ങളിൽ. കൃപാവരങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ, അന്ത്യകാല പ്രേക്ഷിതർ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ സമ്പന്നരായ ആത്മാക്കളാണ്. അത് അളവറ്റ തോതിൽ മറിയം അവരിൽ നിക്ഷേപിക്കും. തങ്ങളുടെ വിശുദ്ധിയിൽ അവർ ദൈവ തിരുമുൻപിൽ സമ്പന്നരും ഉത്കൃഷ്ടരുമായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളിത് ശ്രദ്ധിക്കണം. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം രൂപപ്പെടുത്തുന്ന ഈ അന്ത്യകാല പ്രേക്ഷിതർ അവർ കൃപാവരങ്ങളിൽ സമ്പന്നരായിരിക്കും. യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യമായ പൈശാചിക ശക്തികളുടെ മേൽ വിജയം നേടുവാൻ, അനേകം ആത്മാക്കളെ നിത്യജീവനായി നേടുവാൻ, ഈ ലോകത്തെ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തുവാൻ, സുവിശേഷ സത്യങ്ങളാൽ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ, കഠിന പാപികളെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ അവർക്കാവശ്യമായ അതിസ്വാഭാവിക കൃപാവരങ്ങൾ പരിശുദ്ധ മറിയം തൻ്റെ വിശ്വസ്തരായ ഈ ആത്മാക്കൾക്ക് നൽകുമെന്ന് ലൂയിസ് ഡി മോൺഫോർട്ട് 300 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചിരിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അമ്മ മാതാവ് കൃപാവരങ്ങളുടെ വിതരണക്കാരിയാണ്.
പരിശുദ്ധാത്മാവിൻ്റെ സകല കൃപാവരങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ മറിയത്തിലുണ്ടായിരുന്നു. കൃപാവരങ്ങളുടെ ആൾ രൂപമാണ് നമ്മുടെ അമ്മ. അതുകൊണ്ട് തന്നെ യുഗാന്ത്യ സഭയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൂടിയേ തീരൂ. ഈ കൃപാവരങ്ങൾ ഇല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയുകയില്ല, സഭയ്ക്ക് വളർച്ചയുണ്ടാവുകയില്ല. പിശാച് നമുക്കെതിരെ കൊണ്ടുവരുന്ന പോരാട്ടങ്ങളെ, ആക്രമണങ്ങളെ തകർത്തുകൊണ്ട് അതിന്മേൽ വിജയം നേടുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായം 8-ാം വചനത്തിൽ എസ്തഫാനോസിനെ കുറിച്ച് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. എസ്തഫാനോസ് കൃപാവരും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അനേകർക്ക് മാനസാന്തരമുണ്ടായി. അനേകർ പാപം വിട്ടുപേക്ഷിച്ച് അനുതാപത്തിലേക്ക് വന്നു. അനേകർ സത്യവിശ്വാസം സ്വീകരിച്ചു, സഭയോട് ചേർക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, ആദിമ സഭയ്ക്ക് അതിവേഗം വളർച്ചയുണ്ടായതിന് കാരണം നമ്മൾ വചനത്തിൽ കണ്ടു. അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രവചനങ്ങൾ, പുതുഭാഷകൾ, ജ്ഞാനത്തിൻ്റെ വചനം, വിവേകത്തിൻ്റെ വചനം, വിവേചനത്തിൻ്റെ വരം, ഇതെല്ലാം ശക്തിയോടെ അവരിലൂടെ വെളിപ്പെടുകയാണ്. അനേകർ അത്ഭുതപ്പെട്ടു. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് 10,000 ഏറ്റുപറഞ്ഞു. അവർ ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നു, ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു. ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടാ സഭയിൽ സംഭവിച്ചത്? കൃപാവരങ്ങളുടെ വെളിപ്പെടൽ മൂലമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ സഭ വളരണമെങ്കിൽ, ഇവാഞ്ചലൈസേഷൻ, സുവിശേഷ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ, സ്വർഗം ആഗ്രഹിക്കുന്ന ഫലങ്ങളിലേക്ക് നമ്മുടെ സുവിശേഷ വേലകൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ കടന്നു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിലൂടെയുള്ള ശുശ്രൂഷകൾ വളരെ 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 ആവശ്യമാണ്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണ്? മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോസ്തലൻ യോഹന്നാൻ സഭയോട് പറഞ്ഞു, ഫസ്റ്റ് ജോൺ, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, പരിശുദ്ധ വചനം പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഈ ലോകം മുഴുവൻ ദുഷ്ടനായ പിശാചിന്റെ ശക്തി വലയത്തിലാണ്. ഓരോ ദിനവും അനേകം ആത്മാക്കളെ സാത്താൻ വഞ്ചിച്ച് വിവിധങ്ങളായ പാപക്കെണികളിൽ ഉൾപ്പെടുത്തി നിത്യനാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ലോകം മുഴുവൻ ദുഷ്ടനായ പിശാചിന്റെ സ്വാധീന വലയത്തിലാണ്. ഇതിനെ തകർത്തുകൊണ്ട് കർത്താവിൻ്റെ സഭയ്ക്ക് മഹത്വമുണ്ടാകുവാൻ, അനേകം ആത്മാക്കൾ കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ ഇടവരണമെങ്കിൽ സഹോദരങ്ങളെ എന്തു വേണം? സക്രിയ പ്രവചനം 4-ാം അധ്യായം 6-ാം വചനത്തിൽ പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്. പിശാചിന്റെ മേൽ വിജയം നേടാൻ കഴിയുന്നത് സാത്താന്യ പോരാട്ടങ്ങളെ, അവൻ്റെ തിരിച്ചടികളെ, അവൻ്റെ ആക്രമണങ്ങളെ, അവൻ്റെ ദുഷിപ്പുകളെ, അവൻ്റെ ചതികളെ, തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ വിജയം നേടുവാൻ നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് കഴിയത്തില്ല. ഈ ലോകത്തിന്റെ പരിജ്ഞാനം കൊണ്ടത് സാധ്യമല്ല. അന്ത്യകാല പ്രേക്ഷിതരെ, എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ഒരു ശക്തി കൊണ്ടും സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മ ശക്തി വേണം, ആത്മാവിന്റെ കൃപാവരങ്ങൾ വേണം. സൈന്യബലം കൊണ്ടും കരബലം കൊണ്ടും അത് സാധ്യമല്ല. എൻ്റെ ആത്മാവാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എത്ര കൃത്യമാണ് വചനം! അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്
അമ്മയോട് കൂടെ അമ്മയുടെ സാന്നിധ്യവും സഹായവും തേടി ഈ കാലഘട്ടത്തിന് ആവശ്യമായ അതിസ്വാഭാവിക കൃപാവരങ്ങൾക്ക് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കും, ഇത് വെളിപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11-12 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വചനം ശ്രദ്ധിക്കാം. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീരസ്പർശമേറ്റ തൂവാലുകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അവർക്ക് സൗഖ്യം കിട്ടി. പിശാച് ബാധിതർക്ക് ഡെലിവറൻസ് ഉണ്ടായി. വലിയ വിമോചനത്തിന് ശക്തി വെളിപ്പെട്ടു. ഇതിലൂടെ എന്താണ് സംഭവിച്ചത്? 19-20 ആ വചനം ശ്രദ്ധിച്ച്. അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു. എന്റെ സഹോദരങ്ങളെ, ഇത് വെറും ഒരു കഥാപുസ്തകമല്ല. ഇത് മുഴുവൻ ദൈവത്തിന്റെ ശക്തിയാണ്. ഇത് മുഴുവൻ ദൈവത്തിന്റെ അപരിമേയമായ അഭിഷേകമാണ്. ഈ ശക്തി വെളിപ്പെടുകയാണ്. അനേകർ ആ ശക്തിയിൽ പിടിക്കപ്പെടുകയാണ്. ഈ റിസൾട്ടിന്റെ കാരണം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായിലൂടെ അസാധാരണമായ കൃപാവരങ്ങൾ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ സമ്പന്നമായ ആത്മാവായിരുന്നു പൗലോസ്ലീഹ. അതുകൊണ്ടാണ് സഭയിൽ ഇതുപോലെ ശക്തി വെളിപ്പെട്ടത്. ഇന്ന് പലപ്പോഴും ദൈവശക്തി അനേകർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ കൃപാവരങ്ങൾ അവഗണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ നമ്മൾ നിന്ദിക്കുന്നു. കൃപാവരങ്ങളോട് വേണ്ട വിധം ഹൃദയത്തുറവില്ലാത്തവരായി നമ്മൾ മാറുന്നു. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളെ നമ്മൾ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ, അത് പ്രകടമാകുവാൻ കഴിയാതെ പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം! അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വചനം, അവിടെ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? നമ്മൾ ചോദിക്കേണ്ടത്, എല്ലാവരും ഒരു സെക്കൻഡ് ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ചോദിക്കേണ്ടത്. അത് നമുക്ക് ഏറെ ആവശ്യമാണ്. നമ്മുടെ കർത്താവ് യഹോവ ജൈറയാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്. അവൻ നമ്മളെ വിശ്വസ്തയോടെ പരിപാലിക്കുന്നവനാണ്. ഭൗതിക നന്മകളെക്കാളും ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന മറ്റെന്തിനേക്കാളും നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മ തീ സാന്നിധ്യത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി നമുക്ക് എത്ര പേർക്ക് തീവ്രതയോടെ ചോദിക്കാൻ കഴിയും? നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനമല്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും ഒരുമിച്ച വചനം ഒന്ന് ചേർത്ത് പറഞ്ഞ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്ത് ലഭിക്കും? കൃപാവരങ്ങൾ ലഭിക്കും. പരിശുദ്ധാത്മ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മ സാന്നിധ്യം ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് അഭിഷേകം നമ്മിലേക്ക് പകരപ്പെടും. ചോദിക്കുന്നവർക്ക് ലഭിക്കും. ഇത് തന്നെയാണ് വീണ്ടും കർത്താവ് ഉറപ്പിച്ചു പറയുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വചനത്തിൽ അവിടെ പറയാണ്, മക്കൾക്ക് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്
എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. സ്വർഗസ്ഥനായ പിതാവിനോട് ശ്രദ്ധിച്ച് ചോദിക്കുന്നവർക്ക്, എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞ് ചോദിക്കുന്നവർക്ക്, അല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ് ചോദിക്കുന്നവർക്ക്. ആർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്? ആത്മാവിന്റെ കൃപാവരങ്ങളുടെ സമൃദ്ധി ആരിലേക്കാണ് പകരപ്പെടുന്നത്? അതിനായി ചോദിക്കുന്നവർക്കാണ്. എന്റെ സഹോദരങ്ങളെ, എല്ലാ ദിനവും ദിനം പ്രതി നമ്മൾ ആത്മാവിന്റെ കൃപാവരങ്ങൾക്കായി ചോദിക്കണം. നമ്മൾ നിലവിളിക്കണം, മുട്ടുമടക്കണം, കൈവിരിക്കണം. ഈ കൃപാവരങ്ങളുടെ പകർച്ചയില്ലാതെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ നമ്മൾ മുന്നോട്ട് നയിച്ചാൽ അതൊക്കെ ശുഷ്കമാകും. ജനത്തിന് ശക്തി വെളിപ്പെടുന്നത് കാണാൻ പറ്റുകയില്ല. വചനത്തിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റുകയില്ല. നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചില്ലേ? കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. എല്ലാവരും ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിച്ചേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു അടങ്ങാത്ത ദാഹം നമുക്കുണ്ടാകണമെന്ന് കർത്താവിന്റെ റൂഹ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വചനത്തിൽ ആത്മാവിന്റെ 7 ദാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ യുഗാന്ത്യ സഭയിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സമർപ്പിത ജീവിതം, നമ്മുടെ പൗരോഹിത്യ ജീവിതം, ഏത് ജീവിതാന്തസ ഉള്ളവരാണെങ്കിലും നമുക്ക് നമ്മുടെ വിളി ഏത് തന്നെയാണെങ്കിലും ആ വിളിക്ക് ഈ ദാനങ്ങൾ ആവശ്യമാണ്. ഏതൊക്കെയാണ് ഈ 7 ദാനങ്ങൾ? കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ഉപദേശത്തിന്റെ, ശക്തിയുടെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ശക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ്, അറിവിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയത്തിന്റെ, ദൈവഭക്തിയുടെ ആത്മാവ്. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ആവശ്യമാണ്. ഈ വചനത്തിന്റെ അഭിഷേകം മുദ്ര ദിനം തോറും നമ്മിൽ പ്രകാശിതമാകാൻ നമുക്ക് എത്ര പേർക്ക് തീവ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയും? നമ്മളിതിൽ നിസ്സംഗതയുള്ളവരാകരുത്, അലസരാകരുത്, നമ്മൾ അനാസ കാണിക്കരുത്. ഈ കാലഘട്ടത്തിൽ യുഗാന്ത്യ സഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ സമൃദ്ധി കൂടിയേ തീരൂ. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമില്ലാതെ പോകും. ദൈവരാജ്യത്തെ പ്രതിയുള്ള നമ്മുടെ അധ്വാനങ്ങള് ശുഷ്കമാകും, അത് ദുർബലമാകും, ക്ഷയിച്ചു പോകും. നമ്മുടെ കൂട്ടായ്മകള്, പ്രാർത്ഥനാ ഗ്രൂപ്പുകള്, നമ്മുടെ മിനിസ്ട്രികള്, ഇടവക സമൂഹങ്ങൾ, സഭയുടെ മറ്റ് ആക്ടിവിറ്റികൾ, ഇതിലെല്ലാം ശുഷ്കത വരും, ക്ഷയം വരും, ദുർബലതയുണ്ടാകും. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ തീ പോലെ കത്തുമ്പോൾ അനേകർ ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കും. വചനത്തിന്റെ ശക്തിയിലേക്ക് കടന്നു വരുമോ? സ്തുതിക്കുന്നു. എല്ലാവരും കരങ്ങളിൽ 3 പ്രാവശ്യം വിളിച്ച് പരിശുദ്ധാത്മാവേ ഒന്ന് സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. ആരാധന. ഹല്ലേലൂയ. ഈ കൃപാവരങ്ങൾ എന്തെല്ലാമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് ലീഗായിൽ ഈ 9 കൃപാവരങ്ങൾ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഇച്ചിരിച്ചല്ല നൽകുന്നത്. ചോദിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക്, അതിനായി തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർക്ക്, അതിനുവേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ 9 കൃപാവരങ്ങളും സമൃദ്ധമായി പിശുക്കില്ലാതെ നൽകുവാൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് മുഖപക്ഷമില്ല. അത് പൗലോസിലേക്ക് മാത്രമോ പത്രോസിലേക്ക് മാത്രമോ
സഭയിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമല്ല സഹോദരങ്ങളെ. ആരെല്ലാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ, ആത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ഹൃദയത്തുറവിയുള്ളവരാകുന്നുവോ, അതിനുവേണ്ടി ദിനംപ്രതം ദാഹിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ, അവരിലേക്കെല്ലാം പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഈ കൃപാവരങ്ങളെല്ലാം പകരപ്പെടുകയാണ്. ഒരു സംശയം നമുക്ക് ആർക്കും വേണ്ട. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ ഒരുമിച്ച് നമുക്ക് ആ കൃപാവരങ്ങൾ എന്തൊക്കെയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും, മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവും, വേറൊരുവന് ഭാഷാവരവും, വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വിശിഷ്ടമായ 9 കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ്. ജ്ഞാനത്തിന്റെ വചനം, വിവേകത്തിന്റെ വചനം, വിവേചനത്തിന്റെ വരം, ഭാഷാവരം, വ്യാഖ്യാനവരം, വിശ്വാസവരം, അത്ഭുതവരം, പ്രവചനവരം, രോഗശാന്തിക്കുള്ള വരങ്ങൾ. ഈ കൃപാവരങ്ങളുടെ സമൃദ്ധി ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവർക്ക്, അമ്മമാതാവിന്റെ പൊന്നോമന മക്കൾക്ക് ആവശ്യമാണ്. കുടുംബ ജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഈ കൃപാവരങ്ങൾ ആവശ്യമാണ്. പരസ്പരം മനസ്സിലാക്കുവാൻ, ഒന്നിച്ചു പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് കുടുംബമായി ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക് ആവശ്യമാണത്. സമർപ്പിതർക്ക് ആവശ്യമാണ് കർത്താവിന്റെ മനസ്സറിഞ്ഞ് ദൈവജനത്തെ നയിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്കുള്ളത് നൽകുവാൻ. വൈദികരും സമർപ്പിതരെല്ലാം ഈ കൃപാവരങ്ങളുടെ സമൃദ്ധിയിൽ പെരുകുന്നവരായി മാറണം. അതിനെ നിന്ദിക്കരുത്, പുച്ഛിക്കരുത്, അപഹസിക്കരുത്. ചില പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളും പ്രവൃത്തികളൊക്കെ സംഭവിക്കുന്നുണ്ട് ചില ഇടങ്ങളിലും ചില സന്ദർഭങ്ങളിലൊക്കെ എന്ന് വിചാരിച്ച് ആത്മാവിന്റെ കൃപാവരങ്ങളെ ഒന്നടങ്കം തള്ളിക്കളയാനോ പുച്ഛിക്കാനോ നമുക്കാർക്കും അധികാരവും അവകാശമില്ല പ്രിയപ്പെട്ടവരെ. അത് പരിശുദ്ധാത്മാവിന്റെ വിശിഷ്ടമായ ദാനവരങ്ങളാണ്. പരിശുദ്ധ അമ്മ മാതാവിൽ ഇതെല്ലാം നിറഞ്ഞു നിന്നത് മാത്രമല്ല, നമ്മുടെ അമ്മ ഇതിന്റെ എല്ലാം ആൾ രൂപമായിരുന്നു. അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കുന്നവർക്ക്, അമ്മയുടെ വിശ്വസ്തരായ മക്കൾക്ക് ഈ കൃപാവരങ്ങൾ പരിശുദ്ധ ത്രിത്വം പകർന്നു നൽകുകയാണ്. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്നിച്ച് സ്തുതിച്ച് സ്തുതിക്കുന്നു. ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. കൃപാവരങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകരുക, കൂട്ടായ്മകളിലേക്ക് പകരുക, സമൂഹങ്ങളിലേക്ക് പകരുക, തലമുറകളിലേക്ക് പകരുക. ഈശോയേ പകരുക. നമുക്കത് ആവശ്യമാണ്. കാരണം കൃപാവരങ്ങളിലൂടെയുള്ള ശുശ്രൂഷകൾ വഴി ഇവാഞ്ചലൈസേഷൻ ശക്തിപ്പെടുക മാത്രമല്ല, അതിന് വലിയ വളർച്ചയുണ്ടാകും. ഇപ്പം മാതാപിതാക്കൾ ഈ കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ മൂടി വെച്ചിരിക്കുന്ന, നമ്മോട് പറയാതെ അവർ ഒളിച്ചു വെച്ചിരിക്കുന്ന, നമ്മളെ ഹൈഡ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഈ കൃപാവരങ്ങളിലൂടെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും. ജ്ഞാനത്തിൻ്റെ വചനമുണ്ടെങ്കിൽ, വിവേകത്തിൻ്റെ വചനമുണ്ടെങ്കിൽ പേരൻസിനത് സാധിക്കും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ അനുഭവങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലോട്ടൊന്ന് വന്നേ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മനോഹരമായൊരു വചനമാണ്. 16 മുതലുള്ള തിരുവാക്യങ്ങൾ പെട്ടെന്ന് നമുക്കത് വായിക്കാം. അവൻ പറഞ്ഞു, നീ ചെന്ന് സമരിയക്കാരി സ്ത്രീയോട് പറയാണ്, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ഉടനെ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു.
യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇതെങ്ങനെയാ കർത്താവിന് അതാണ് ജ്ഞാനത്തിന്റെ വചനമാണ്. ജ്ഞാനത്തിന്റെ വചനത്തിലൂടെ ആ കൃപാവരം നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മ പൂർണ്ണനാണ്. ജ്ഞാനവചനത്തിലൂടെ അവളുടെ ജീവിതം കർത്താവ് സ്കാൻ ചെയ്യുകയാണ്. അവളുടെ പഴയകാല പാസ്റ്റും അവളുടെ പ്രസൻറ്റും അവളുടെ ഫ്യൂച്ചർ എല്ലാം കർത്താവ് കാണുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. കർത്താവ് വെളിപ്പെടുത്തുകയാ, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഉടനെ അവൾ എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് സത്യമാണ്. 19-ാമത്തെ വചനം പറയാം. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമരീക്കാരി സ്ത്രീയുടെ ആ ഹൃദയത്തിൽ ആത്മാവിന്റെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. അവൾക്ക് മാനസാന്തരത്തിന്റെ കൃപ ലഭിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി, തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഈ മനുഷ്യനൊരു സാധാരണക്കാരനല്ല. ഇവനിൽ ദൈവത്തിന്റെ ചൈതന്യമുണ്ട്, ഇവനിൽ ദൈവത്തിന്റെ ജ്ഞാനമുണ്ട്. അവൾ പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്, നീ ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കുന്നു. ആ സമരിയക്കാരിയെ ഈശോ നേടുകയാണ്. അവളെ മാത്രമല്ല, അവളിലൂടെ ആ സമരിയ പട്ടണം മുഴുവൻ കർത്താവിലേക്ക് തിരിയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു മാനസാന്തരങ്ങൾ, ഈ ഒരു ദൈവരാജ്യത്തിന് ഈ റിസൾട്ട് എപ്പോഴാണ് കിട്ടിയത്? കർത്താവ് ജ്ഞാനത്തിന്റെ വചനം ഉപയോഗിച്ചപ്പോൾ. ഇപ്പൊ കൃപാവരങ്ങൾ വേണോ? കൃപാവരങ്ങൾ ആവശ്യമാണ്, വളരെ വളരെ ആവശ്യമാണ് സഹോദരങ്ങളെ. ഇത് വെച്ച് കെട്ടി പറഞ്ഞതല്ല നമ്മുടെ കർത്താവ്. എത്രയോ അനുഭവങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ കാണാം. നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തോട് വരിക. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹായുടെ സന്ദർശനമാണ്. തൻ്റെ ശ്ലൈഹിക വിസിറ്റിംഗ് നടക്കുകയാണ്. ഈ സമയത്ത് അവിടെ എന്താ ഉണ്ടായത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 34-35 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ പറയാണ്, പത്രോസ് അവനോട് പറഞ്ഞു, ഐനിയാസേ, യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. തളർവാദം പിടിപെട്ട് വർഷങ്ങളായി കിടക്കുന്നതാണ് ഐനിയാസ്. എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. 35-ാമത്തെ വചനം പറയുന്നു, ലിദായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട്, ഐനിയാസിനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ്ലീഹായിലൂടെ അത്ഭുതവരം വെളിപ്പെട്ടപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ആയിരങ്ങള് സത്യവിശ്വാസം സ്വീകരിക്കുകയാണ്. അവര് യേശുക്രിസ്തുവിനെ ഏക രക്ഷകനായി സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും 9-ാം അധ്യായത്തിൽ 40-41 വചനങ്ങൾ ശ്രദ്ധിച്ച്, പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, തബീത, എഴുന്നേൽക്കൂ. തബീത എന്ന് പറയുന്ന നല്ലൊരു പുന്നോമന മകള്, അവൾ മരിച്ചുപോയി. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. മരണം മാറി ജീവൻ വന്നു. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, കെട്ടുകഥയല്ല. ഈ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള കൃപാവരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. മരിച്ചവർ ഈ കാലഘട്ടത്തിലും ഉയർപ്പിക്കപ്പെടുന്നുണ്ട്. കർത്താവ് യേശുവിൻ്റെ കാലത്തിൽ മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ നാളുകൾ, ആദിമ സഭയുടെ നാളുകളിൽ മാത്രമല്ല, ഇന്ന് അനേകർ കരുതുന്നുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും അത് അപ്പോസ്തല കാലഘട്ടത്തിലാണ്, ആദിമ സഭയിലാണ്. അല്ല സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ അസാധ്യമായ യാതൊന്നുമില്ല. ഇന്നലകളിൽ പ്രവർത്തിച്ച് ഇന്ന് പ്രവർത്തിക്കുവാൻ, നാളുകളിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൾമൈറ്റി, ഓംനിപോട്ടന്റ്. പരിശുദ്ധാത്മാവ് ഓംനിപോട്ടന്റ് ആണ്, സർവശക്തനാണ്. അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. യുഗാന്ത്യ സഭയിൽ, ആദിമ സഭയിൽ വെളിപ്പെട്ടതിനേക്കാൾ അതിശക്തമായ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കും. അതിനെ അമ്മയുടെ വിശ്വസ്തരായ മക്കളായി നമ്മൾ മാറണം. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ നമ്മൾ മുദ്ര ചെയ്യപ്പെടണം. ആ ചൈതന്യത്താൽ ദിനംതോറും ജീവിക്കുകയും നമ്മൾ നയിക്കപ്പെടുകയും വേണം. ഇതൊരു പ്രസംഗമായി മാത്രം നിങ്ങൾ കാണരുതേ. കർത്താവിൻ്റെ മനസ്സാണ് പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുന്നത്.
ഇത് അമ്മയുടെ ആഗ്രഹമാണ്, നമ്മുടെ അമ്മ മാതാവിന്റെ സ്വപ്നമാണ്, ഇത് പരിശുദ്ധ ത്രിത്വത്തിന്റെ പദ്ധതിയാണ്. യുഗാന്ത്യ സഭയിൽ മുഴുവൻ ഈ ചൈതന്യം നിറയപ്പെടുവാൻ. എൻ്റെ സഹോദരങ്ങളെ, അവസാന വചനം എന്താ പറയുന്നത്? അവൻ അവളെ കൈക്ക് പിടിച്ച് 42-ാമത്തെ വചനം വായിച്ച്. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി തബീത്ത ഉയർത്തെഴുന്നേറ്റു, മരിച്ചവൾ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീവിക്കുന്നു. വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ആമേൻ. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള അഭിഷേകങ്ങൾ വെളിപ്പെടണം. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നിന്നു പോയിട്ടില്ല. ഈ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്ന വിധം എങ്ങനെയാണ് ഈ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്നത്? അത് നമ്മൾ അറിയണം. പലർക്കും ആഗ്രഹമുണ്ട് കൃപാവരങ്ങളിൽ സമ്പന്നരായ ആത്മാക്കളായി മാറാൻ. എന്നാൽ എങ്ങനെയാണ് ഈ കൃപാവരങ്ങൾ പകരപ്പെടുക? നാം വചനത്തിൽ കാണുന്നുണ്ട്. നാം പറഞ്ഞു പരിശുദ്ധ അമ്മ മാതാവിന്, നമ്മുടെ അമ്മയ്ക്ക് ഈ സകല പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരദാന ഫലങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അമ്മ മാതാവിനുണ്ടായിരുന്നു. അമ്മയെ സ്നേഹിക്കുന്നവർക്ക്, അമ്മയോട് കൂടെ നടക്കുന്നവർക്ക്, അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നവർക്ക്, അമ്മയുടെ വിശ്വസ്തരായ മക്കൾക്ക് ഈ കൃപാവരങ്ങളുടെ പകർച്ചയുണ്ടാകും. സംശയിക്കേണ്ട സഹോദരങ്ങളെ, സംശയിക്കേണ്ട. എത്രയോ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യം നമുക്ക് കാണുവാൻ കഴിയും. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതെത്ര വാസ്തവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നേരിട്ട് അത് ചില വ്യക്തികൾക്ക് നൽകും. ഇപ്പൊ ചിലർക്ക് സംശയം, എന്നെ ഈ പറയുന്നത് കർത്താവ് നേരിട്ട് തരും. കർത്താവ് നേരിട്ട് ഈ ഒരു അഭിഷേക പകർച്ച കൊടുക്കും. പൗലോസിന്റെ ജീവിതം അപ്രകാരമായിരുന്നു. കർത്താവിനെ നേരിട്ട് കണ്ടവനായിരുന്നില്ല പൗലോസ്ലീഹ. നമ്മളെപ്പോലെ ആയിരുന്നു. പൗലോസ്ലീഹ ഈശോയെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ എന്ത് സംഭവിച്ച സഹോദരങ്ങളെ? ഗലാത്യ സഭയ്ക്ക് ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വചനം വായിച്ച്, പരിശുദ്ധാത്മാവിന്റെ 9 കൃപാവരങ്ങളും ദാനങ്ങളും എല്ലാം പൗലോസിൽ ഉണ്ടായിരുന്നു. പൗലോസിൽ അതിൻ്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. പൗലോസ് പറയാണ്, എന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. കർത്താവ് ഡയറക്റ്റായി പൗലോസിലേക്ക് ഈ കൃപാവരങ്ങളെല്ലാം പകർന്നു കൊടുക്കുകയാണ്. ഈ കൃപാവരങ്ങളെല്ലാം പൗലോസിലേക്ക് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു കേട്ടോ. പൗലോസിന്റെ ശ്ലൈകിക ശുശ്രൂഷകൾ സമ്പന്നമായി, അനേകായിരങ്ങൾ മാനസാന്തരപ്പെട്ടു. പൗലോസ്ലീഹായുടെ വെളിപ്പെട്ട സത്യവചനം കേട്ട് അനേകർ നിത്യരക്ഷയിലേക്ക് കടന്നു വന്നു. പിശാചിന്റെ പോരാട്ടങ്ങൾ തകർന്നുപോയി. സാത്താൻ ഒരുക്കിയ ചതികള്, കെണികള് ഇതെല്ലാം നിർവീര്യമായി. ശത്രുവിന്റെ ദുർഗമങ്ങളായ കോട്ടകൾ തകർന്നു വീഴാൻ തുടങ്ങി. പരിശുദ്ധാത്മ കൃപാവരങ്ങളിലൂടെയുള്ള മിനിസ്ട്രി വെളിപ്പെട്ടപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. ഈ കാലഘട്ടത്തിൽ അന്ത്യകാല പ്രേക്ഷിതരെ, എൻ്റെ സഹോദരങ്ങളെ, ഈ ചൈതന്യ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. പൗലോസ് പറഞ്ഞു, നേരിട്ട് ഞാൻ കർത്താവ് എനിക്ക് നൽകിയതാണ്. ഞാൻ അനുഭവങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ. അദ്ദേഹം വളരെ ശക്തമായി കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്തിരുന്നൊരു മനുഷ്യനായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം നിത്യതയിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവ് ഇതുപോലെ നേരിട്ട് അദ്ദേഹത്തിന് ശക്തമായ ഒരു എൻകൗണ്ടർ ഉണ്ടാവുകയാണ്. 9 വർഷക്കാലം കണ്ണുനീരോടെ ആത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലവിളിയോടെ പ്രാർത്ഥിച്ചു. ഒരു സന്ധ്യാസമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് ശക്തമായ ഒരു എൻകൗണ്ടർ ഉണ്ടാവുകയാണ് കർത്താവുമായി. അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടി.
ആ ഒരു എൻകൗണ്ടറിലൂടെ ഈ കൃപാവരങ്ങളെല്ലാം കർത്താവ് പകർന്നു കൊടുത്തു. അതെല്ലാം അദ്ദേഹത്തിൽ വെളിപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അതിശക്തമായിട്ട് മാറി. ജനലക്ഷങ്ങൾ കർത്താവിനെ ഏക രക്ഷകനായി സ്വീകരിക്കുവാൻ ആ ദൈവദാസനിലൂടെ സ്വർഗം കരുണ കാണിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ പല അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. ഇത് വെറുതെ വെച്ചുകെട്ടി പറയുന്നതല്ല. ഈ കാലഘട്ടത്തിലും ഇതുപോലെ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്, അവിടുത്തെ വിശ്വസ്തനാണ്. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടാമത് കൈവെപ്പിലൂടെയാണ്. കൈവെപ്പിന് വലിയ പവറുണ്ട് എന്ന് വിചാരിച്ച് ആരെ കണ്ടാലും നമ്മൾ കയ്യൊപ്പ് വാങ്ങരുത്. അതിന് വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അതിനെ ദൈവം പ്രത്യേകമായിട്ട് ചൂസ് ചെയ്തവരെയും മാത്രമേ നമ്മൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, കാണുന്നവരുടെ മുമ്പിലൊക്കെ അവർ തല കുനിക്കുകയാണ്. അത് നല്ല ഒരു ആത്മീയതയല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട നമുക്കറിയാം, നമ്മുടെ അഭിയുന്ന പിതാക്കന്മാർ അവർ അപ്പോസ്തലന്മാരാണ്. ആ ശ്ലൈഹിക കൈവെപ്പിലൂടെ അഭിഷേകത്തിൻ്റെ പകർച്ചയുണ്ടാവും. വെച്ചുകെട്ടി പറയല്ല. ബഹുമാനപ്പെട്ട വന്യ വൈദികരെ, ഈ കൃപാവരങ്ങളെ സമൃദ്ധിയുള്ള ശുശ്രൂഷകരെ, അവർ കൈകൾ വയ്ക്കുമ്പോൾ അവർ അപ്പോയിന്റഡ് ആണ്. നമ്മളിലേക്ക് ഈ പകർച്ച, ഇമ്പാർട്ടേഷൻ, ഒരു പകർച്ചയുണ്ടാവുകയാണ്. നമുക്ക് പെട്ടെന്ന് വചനങ്ങൾ വേഗത്തിൽ കാണാം. പൗലോസ് തിമോത്തിയോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1:6, 2 തിമോത്തി 1:6. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. പൗലോസ്ലിഹായുടെ കൈവെപ്പ് വഴി തിമോത്തിയോസിലേക്ക് ദൈവീക വരങ്ങൾ പകരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പോസ്തല പ്രവർത്തനം 19:6. ഈ വചനങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടത് എപ്പോഴാ? പൗലോസ്ലീഹ എഫേസസിലെ ആ വിശ്വാസികളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ കൈവെപ്പിലൂടെ സ്പിരിറ്റ് അവരിലേക്ക് വരികയാണ്. കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ആക്ട്സ് 8:17. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പൊ കൈവെപ്പിലൂടെ ഈ കൃപാവരങ്ങൾ പകരപ്പെടുന്നു. നിയമാവർത്തന പുസ്തകം 34:9. മോശ പ്രവാചകൻ ജോഷുവ പ്രവാചകന് മേൽ കൈകൾ വെച്ചപ്പോൾ എന്തുണ്ടായി? നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃപാവരങ്ങൾ നമ്മിലേക്ക് പകരപ്പെടുന്ന പ്രധാനപ്പെട്ടൊരു വിധമാണ് കൈവെപ്പിലൂടെ. ശ്രദ്ധിച്ചത് നിങ്ങൾ? കൈവെപ്പിലൂടെ ഇമ്പാർട്ടേഷൻ നടക്കുക. മൂന്നാമത്തെ ഒരു പ്രധാന തലമാണ് കൃപാവരങ്ങൾ പകരപ്പെടുന്ന ഒരു തലമാണ് സഹോദരങ്ങളെ, ഈ കൃപാവരങ്ങൾ ഉള്ളവരുമായിട്ടുള്ള കൂട്ടായ്മയും അവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിശുദ്ധ അമ്മയിൽ ഈ കൃപാവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അമ്മയോടൊപ്പം ശിഷ്യന്മാരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മ അഭിഷേകത്തിന് കൃപാവരങ്ങളുടെ പകർച്ച ശിഷ്യ സമൂഹത്തിലേക്ക് പകരപ്പെടുവാനുള്ളൊരു പ്രധാന കാരണം അവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ അമ്മ മാതാവ് ഉണ്ടായിരുന്നു. അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ അവരൊക്കെ ചിതറിപ്പോകുമായിരുന്നു. അപ്പൊ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ കൃപാവരങ്ങൾക്കായി അന്ത്യകാല പ്രേക്ഷിതരുടെ ഒരു പ്രധാന ചൈതന്യമാണ്. അവർ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ സമ്പന്നരായ ആത്മാക്കളാണ്, പ്രശോഭിതരായവരാണ്. അമ്മയെ കൂട്ടുപിടിക്കണം, അമ്മയെ സ്നേഹിക്കണം, അമ്മയോടൊപ്പം പ്രാർത്ഥിക്കണം. ഈ പകർച്ച നമുക്ക് ലഭിക്കും. എത്ര വിശുദ്ധാത്മാക്കളാണ് സഭയിൽ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. എത്ര വിശുദ്ധാത്മാക്കളാണെന്നറിയൂ ഈ സത്യം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലോട്ട് വരാം, 2 കിങ്സ്. അവിടെ ഏലിയ പ്രവാചകന്റെ കൂടെ വിട്ടുപിരിയാതെ എലീശ നടക്കുന്ന ആ സഹവാസമാണ്. എലീശയുമായിട്ടുള്ള അവൻ്റെ ആ ബന്ധം, ആ കൂട്ടായ്മ, ആ കമ്മ്യൂണിയൻ, അത് എലീശയിലേക്ക് എന്താ കൊണ്ടുവന്നത്? 2:2 വായിച്ച്. ഏലിയ എലീശയോട് ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു.
എന്നാൽ എലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. ഇത് പല പ്രാവശ്യവും ഏലിയായി വിട്ടുപിരിയാതെ എലീഷ നടക്കുക കണ്ടു. ആ പ്രവാചക അഭിഷേകത്തിൽ പങ്കുചേർന്ന് നടക്കുകയാണ്. എന്ത് സംഭവിച്ചു? 13-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, 2:13. അവൻ ഏലിയായിൽ നിന്നും വീണ് കിട്ടിയ മേലങ്കിയും അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ കണ്ടു. ആ മേലങ്കി അനോയിന്റിങ് ആണ്. ആ ബ്ലാങ്കറ്റ് അത് പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ സിമ്പലാണ്. വീണ് കിട്ടിയ ആ അനോയിന്റിങ് ഇമ്പാർട്ട് ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇതാ പകർച്ച ശിഷ്യന്മാരിലേക്ക് പകരപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഏലിയായിൽ നിന്ന് ഏലീഷായിലേക്ക് പകരപ്പെടുന്നു. മോശ പ്രവാചകനിൽ നിന്ന് ജോഷുവായിലേക്ക് പകരപ്പെടുന്നു. പൗലോസ്ലിയായിൽ നിന്ന് എഫെസോസിലെ വിശ്വാസികളിലേക്ക് പകരപ്പെടുന്നു. പത്രോസ്ലിയായിൽ നിന്ന് സമരിയായിലെ വിശ്വാസികളിലേക്ക് അത് പകരപ്പെടുകയാണ്. എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ കാണുന്നു. വലിയൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടാവുകയാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റൊരു വിധമാണ് തെരഞ്ഞെടുപ്പ്. കർത്താവ് നമ്മളെ ചൂസ് ചെയ്ത്, കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കളിലേക്ക് ഇതിന് പകർച്ച വരികയാണ്. തെരഞ്ഞെടുപ്പും പ്രവചനപ്രകാരവും തെരഞ്ഞെടുപ്പ് പ്രകാരവും ഈ കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നമ്മിൽ സംഭവിക്കുകയാണ്. ജെറമിയ 1:5 ദൈവം തെരഞ്ഞെടുത്ത ജെറമിയായെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ പറയാണ്, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. 1 തീമോത്തി 4:14 കൂടി പെട്ടെന്ന് വായിച്ച്. 1 തീമോത്തി 4:14 പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരത്തെ അവഗണിക്കരുത്. തിമോത്തിയോസേ, നീ അവഗണിക്കരുതെന്ന് പൗലോസിലെ മുന്നറിയിപ്പ് കൊടുക്കുക കേട്ടോ. പ്രവചന പ്രകാരം, തെരഞ്ഞെടുപ്പ് പ്രകാരം. അപ്പൊ കർത്താവ് നമ്മളെ ചൂസ് ചെയ്യുമ്പോൾ, നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയാറുള്ള ആ പാക്കേജിൽ ഈ കൃപാവരങ്ങളൊക്കെ ഉണ്ട്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്താ കാരണം? നമ്മൾ അതിനു വേണ്ടി ചോദിക്കുന്നില്ല, ദാഹിക്കുന്നില്ല, അതിനോട് സഹകരിക്കുന്നില്ല. അത് വെളിപ്പെടുവാനുള്ള അടങ്ങാത്തൊരു അഭിവാഞ്ച നമുക്ക് ഇല്ലാതെ പോകുന്നു. നമ്മളിങ്ങനെ കൂളായി ലാഘവമായി നമ്മുടെ ആത്മീയതയെ കാണുകയാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് പകരും. നമ്മുടെ കുഞ്ഞുങ്ങൾ Acts 2:17 പറയുന്നില്ലേ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവജനങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളിലേക്ക് പകർച്ച വരും, കൃപാവരങ്ങളുടെ പകർച്ച. മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ അഭിഷേകത്തിൽ, ഈ കൃപാവരങ്ങളിൽ നിറയാൻ. വളരെ കോമ്പറ്റിറ്റീവായി ലോകത്തിൽ അവരെ നമ്മൾ ലോകത്തിൻ്റെ അറിവുകളും വിദ്യകളും മാത്രം പഠിപ്പിച്ചാൽ പോരാ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ ഉജ്ജ്വലിക്കുന്ന ആത്മാക്കളായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മാറ്റപ്പെടണം. പ്രിയ മാതാപിതാക്കളെ, നമുക്ക് എത്ര പേർക്ക് ഈ ദർശനമുണ്ട്? നമ്മൾ എന്തുമാത്രം അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു? ജീസസ്, ജീസസ്, ജീസസ്. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മിലേക്ക് ഇത് പകർന്ന വിധമാണ് നമ്മൾ കണ്ടത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളത് കൂടുതൽ ചിന്തിക്കാൻ പോയാൽ നമ്മുടെ ഈ ശുശ്രൂഷകൾ കൂടുതൽ ദിവസങ്ങൾ നീട്ടേണ്ടി വരും. നമുക്കതിന് വേണ്ട നമ്മൾ ചെയ്യേണ്ടത്, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ്? എൻ്റെ സഹോദരങ്ങളെ, തീരാത്തൊരു ദാഹം നമുക്കുണ്ടാകണം, അടങ്ങാത്തൊരു ദാഹമുണ്ടാകണം. എന്തിനു വേണ്ടി? ഈ കൃപാവരങ്ങളിൽ നിറയുവാൻ, ഈ കൃപാവരങ്ങളിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മ ശക്തിയിൽ പൂരിതരാകുവാൻ. നമ്മുടെ കുടുംബം, കൂട്ടായ്മ, സമൂഹം, കുഞ്ഞുങ്ങൾ, തലമുറ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം പരിശുദ്ധാത്മൻ്റെ കൃപാവരങ്ങളെ സമൃദ്ധിയുള്ള ഇടങ്ങളായി മാറാൻ നമ്മൾ തീരാത്ത ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹത്തോടെ ചെല്ലണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. വീണ്ടും 1 കൊരിന്ത്യൻസ്കാർക്ക് 1-ാമത്തെ ലേഖനം 14:1 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം, അതേസമയം
ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുകയും കണ്ടു. ആത്മീയ ദാനങ്ങൾക്കായി, ആത്മീയ കൃപാവരങ്ങൾക്കായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കണം. ഈ മെസ്സേജ് ആരോടാണ് കർത്താവ് പറയുന്നത്? താൻ വിളിച്ചവരോടാണ്. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ സ്വർഗം നമ്മെ മുദ്ര ചെയ്യുമ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദിനംതോറും ഈ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹവും ദാഹവും നമുക്കുണ്ടാകണം. നമ്മുടെ അമ്മയോടൊപ്പം കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ഹൃദയത്തുടിപ്പ് മനസ്സിലാക്കി അവൻ്റെ കരം പിടിച്ച് അവൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൃപാവരങ്ങളുടെ പകർച്ച നമ്മിലേക്ക് പകരപ്പെടുക തന്നെ ചെയ്യും. ആര് സംശയിക്കണ്ട. കർത്താവ് വിശ്വസ്തരാണ്, തന്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് കർത്താവ്. പാട്രിക് വെറും പാഗൻ കൾച്ചർ ആയിരുന്നു അന്ന് അയർലൻഡില്. സത്യവിശ്വാസമില്ല, ഒരു ക്രിസ്ത്യാനി പോലും അന്ന് അയർലൻഡിൽ ഇല്ല സഹോദരങ്ങളെ. പൈശാചിക പ്രവർത്തനങ്ങൾ പ്രബലപ്പെട്ടിരിക്കുന്ന നാട്, മന്ത്രവാദം കൂടോത്രം പ്രകൃതി ശക്തികൾ ആരാധിച്ചിരുന്ന നാട്. പരിശുദ്ധാത്മ കൃപാവരങ്ങളിൽ ഉജ്ജ്വലിച്ച് ആ കൃപാവരങ്ങളിലൂടെ തന്റെ ശ്ലൈഹിക ശുശ്രൂഷ വിശുദ്ധനായ പാട്രിക് അയർലൻഡിൽ നിർവഹിച്ചപ്പോൾ അയർലൻഡ് ദേശത്തിന്റെ മേൽ ആത്മശക്തി ഇറങ്ങി. അനേകർ സത്യവിശ്വാസം സ്വീകരിച്ചു. കർത്താവായ യേശുവിനെ ഏകരക്ഷകനായി അവർ സ്വന്തമാക്കി. സുവിശേഷം തീ പോലെ അയർലൻഡിന്റെ മണ്ണിൽ കത്തിപ്പടർന്നു. അയർലൻഡ് യേശുവിനായി പിടിക്കപ്പെട്ടു. എബ്രായ പുസ്തകം 11:33 പറയുന്നുണ്ട്, അങ്ങനെ അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. പരിശുദ്ധാത്മ ശക്തിയോടെ ആത്മാവിന്റെ കൃപാവരങ്ങളിലൂടെ അവർ രാജ്യങ്ങളെ പിടിച്ചടക്കി. സഹോദരങ്ങളെ, രാജ്യങ്ങൾ ഉണരുവാൻ, ദേശങ്ങൾ ഉണരുവാൻ, സഭ ശക്തീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൽ സമ്പന്നമാകുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യവിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുവാൻ, എൻ്റെ സഹോദരങ്ങളെ, ഈ കൃപാവരങ്ങളുടെ സമൃദ്ധി നമുക്ക് കൂടിയേ തീരൂ. പാതുവാലി സന്തോണീസ്, വിൻസെന്റ് ഫെറർ, സീനാല കാതറിൻ, നിക്കോളോസ്, പാദ്രപ്പിയോ, എന്തിനെ എത്രയോ വിശുദ്ധാത്മാക്കൾ, നമ്മുടെ മറിയം ത്രേസ്യ, ഇവരിലൊക്കെ നമ്മൾ അറിയാത്ത കാണാത്ത ഒത്തിരിയേറെ പ്രവർത്തികൾ പരിശുദ്ധാത്മ ചെയ്തിട്ടുണ്ട്. അവർ വെറുതെ വിശുദ്ധരായവരല്ല, അവരതിനു വേണ്ടി വില കൊടുത്തു, അവരതിനു വേണ്ടി ദാഹിച്ചു, അതിനുവേണ്ടി ദിനംപ്രതി അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചു. സഹോദരങ്ങളെ, അവരിലൂടെ ഈ അനോയിന്റിങ് സഭയിലും ലോകത്തിലും കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അന്ത്യകാല പ്രേക്ഷിതർ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ സമ്പന്നരായ ആത്മാക്കളാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 33-ാം ദിനത്തിൽ ഈ ശുശ്രൂഷയുടെ 2ാം സീസൺ ഇന്നിവിടെ തീരുകയാണ്. സഹോദരങ്ങളെ, അന്ത്യകാല പ്രേക്ഷിത ഗണത്തിലേക്ക് നമ്മളെല്ലാം ചേർക്കപ്പെടുവാൻ ഈ 33 ദിനങ്ങൾ 33 ചൈതന്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു. പരിശുദ്ധ അമ്മ രൂപപ്പെടുത്തുന്ന അമ്മയുടെ വിശ്വസ്തരായ മക്കള് ആരാണ്? അവരുടെ ചൈതന്യം എന്താണ്? നിങ്ങളിത് കൃത്യം, ഇതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ കൃത്യമായി ഓരോ ചൈതന്യവും അതെടുത്തെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവെ നൽകണമേ, പരിശുദ്ധാത്മാവെ പകരണമേ. പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ചൈതന്യത്തിൻ്റെ സമ്പന്നതയാൽ പരിശുദ്ധ ത്രിത്വം നമ്മെ പൂരിതമാക്കും. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. ഈ 33 ദിനങ്ങളും വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ച് കടന്നു വന്ന നിങ്ങളെ ഏവരെയും ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നന്ദി പറയുകയാണ്. അന്ത്യകാല പ്രേക്ഷിതരുടെ ഗണത്തിലേക്ക് പലരും കടന്നു വരുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചു. നമുക്ക് ഇത് വലിയൊരു ശുശ്രൂഷയായി സഭ മുഴുവനിലും ഈ ഒരു ചൈതന്യം നിറയപ്പെടുവാൻ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. ബഹുമാനപ്പെട്ട വന്യവൈദികരിൽ, സമർപ്പിതരിൽ, ആത്മായ ശുശ്രൂഷകരിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, യുവജനങ്ങളിൽ, കുഞ്ഞുങ്ങളിലെല്ലാം ഈ പ്രേക്ഷിത ചൈതന്യം നിറയാൻ, ഈ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ മുദ്രയാൽ അവരെല്ലാം പ്രകാശിതരാകുവാൻ, എൻ്റെ സഹോദരങ്ങളെ,
നമ്മൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ നിങ്ങളേവർക്കും നന്ദി പറയുകയാണ്. 1-2 പ്രധാന കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ്. നാളെ ഷെക്കന ന്യൂസിൽ മക്കളെ ഓർത്ത് വേദനിക്കുന്ന, ഹൃദയം തകർന്ന് ഒത്തിരിയേറെ നൊമ്പരപ്പെട്ട് മക്കളെ ഓർത്ത് അവരുടെ ജീവിതം, അവരുടെ വിശ്വാസരാഹിത്യം, അല്ലെങ്കിൽ അവരുടെ വിവിധങ്ങളായ ദുശീലങ്ങൾ, മയക്കമരുന്ന്, കഞ്ചാവ്, മദ്യപാനം എന്നു വേണ്ട വിശ്വാസമില്ലാത്ത അവസ്ഥകൾ, ഇതുമൂലം നൊമ്പരപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങളെ കണ്ണുനീരൊപ്പി നിങ്ങൾക്ക് പ്രത്യാശ തന്ന് നിങ്ങളെ കുഞ്ഞുങ്ങളിലേക്ക് അഭിഷേകത്തിൻ്റെ അരൂപിയെ ദൈവം പകരുന്ന കൃപയുടെ ദിനമാണ് നാളെ. അതിൻ്റെ ആ ടൈറ്റിലൊന്ന് കാണിച്ച നന്നായിരിക്കും. സഹായം ദൈവത്തിൽ നിന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നാളെ രാത്രി 9 മുതൽ 10 വരെ ഇതേ സമയത്ത് അവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം, നിങ്ങൾ വിളിക്കണം, നിങ്ങൾ അറിയിക്കണം. ലൈവായൊരു ശുശ്രൂഷയാണ്. അപ്പോൾ അപ്രകാരം വേദനിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ലൈവായി ഫോൺ കോൾ ചെയ്ത് അവർക്ക് ആവശ്യമായ വചനങ്ങളെല്ലാം നൽകുന്നു. അപ്പോൾ 24 മണിക്കൂറും ഷെക്കന ന്യൂസിൻ്റെ മീഡിയ കോംപ്ലക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ടീം തീഷ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് ആവശ്യവും ഇതിനോട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ മക്കളോട് ബന്ധപ്പെട്ട് ഏത് നിയോഗവും ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചറിയിക്കുകയോ ടെക്സ്റ്റായി ഇടുകയോ നിങ്ങൾ ചെയ്യണം. നാളെ നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവ് നൽകുന്ന നവമായ അഭിഷേകം സ്വന്തമാക്കാം. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ അതിനുശേഷം 4 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രഷ്യസ് ബ്ലഡ്, ജൂലൈ മാസം നമുക്കറിയാം പരിശുദ്ധ ഈശോയുടെ തിരുരക്തത്തെ പ്രത്യേകമായി ധ്യാനിക്കുവാൻ സഭ തന്നിരിക്കുന്ന മാസമാണ്. ഈ മാസത്തിൻ്റെ സമാപന ദിനങ്ങളിൽ അമൂല്യ രക്തം, യേശുവിൻ്റെ രക്തം അമൂല്യ രക്തമാണ്. തിരുരക്തത്തിൻ്റെ ശക്തി, തിരുരക്തത്തിൽ ലഭിക്കുന്ന ഡെലിവറൻസുകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, വിമോചനങ്ങൾ, നമുക്കതിനെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന്, സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് ധ്യാനിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന തിരു രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിമോചനത്തിൻ്റെ ശക്തി സ്വന്തമാക്കാൻ നിങ്ങളെല്ലാവരും ഒരുങ്ങണം. അനേകരെ നിങ്ങൾ അറിയിക്കണം. ജൂലൈ 26 മുതൽ 29 വരെ 4 ദിനങ്ങളിൽ രാത്രി 9 മുതൽ 10:30 മണി വരെ ഉള്ള സമയം തന്നെയാണ്. നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ, ജൂലൈ മാസം 30-ാം തീയതി മുതൽ അടുത്ത ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഓഗസ്റ്റ് മാസം 4-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെ നമ്മുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ടീം ഷെഖേനയുടെ നേതൃത്വത്തിൽ ഡുനാമിസ് പവർ ധ്യാനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയെ നമ്മളെല്ലാം എംപവർ ചെയ്യുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ദൈവവിളിയെ, നമ്മുടെ കുടുംബങ്ങളെ, സമർപ്പിത സമൂഹങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു അഭിഷേക ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ ധ്യാനം. ആത്മീയ ശുശ്രൂഷകളിൽ മന്ദതകൾ, നമ്മുടെ അനാസ്ഥകൾ, നമ്മുടെ മടി, നമ്മുടെ അലസതകൾ ഇതെല്ലാം വിട്ടുമാറി പരിശുദ്ധാത്മാവിൽ തീ പിടിച്ച ആത്മാക്കളായി, കർത്താവിനും സഭയ്ക്കുമായി ജ്വലിക്കുന്ന ആത്മാക്കളായി നമ്മൾ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ. ഇപ്പോൾ അവിടെ ബുക്ക് ചെയ്യാനുള്ള നമ്പറുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറുകളിൽ സാധിക്കുന്നവർ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിടുക. യുവജനങ്ങൾ അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മ ശക്തിയിൽ നിറയണം. കുടുംബമായി വരുന്നവർക്ക് പ്രത്യേകമായി സ്വാഗതം. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, സന്യസ്തരെ, അന്യവൈദികരെ, നിങ്ങൾക്ക് ആ സമയം അനുകൂലമാണെങ്കിൽ വന്ന് ധ്യാനിക്കുക. അതൊരിക്കലും നഷ്ടമാവുകയില്ല. ആ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷെഖേന വെബ്സൈറ്റിൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് shekinah-news.tv ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് സൈനപ്പ് ചെയ്ത് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും, രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാധ്യതകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒപ്പം നമ്മൾ മണിപ്പൂരിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വളരെ അശാന്തമാണ്, ഒത്തിരി പ്രാകൃതമായ പൈശാചികമായ പ്രവൃത്തികൾ അവർ അരങ്ങേറുകയാണ്. സമാധാനമുണ്ടാകുവാൻ, കർത്താവിൻ്റെ കരം മണിപ്പൂർ ജനതയുടെ മേൽ പ്രബലപ്പെടുവാൻ ഈ ദിനങ്ങളിൽ ഉപവസിച്ചും ത്യാഗമെടുത്തും സഹനങ്ങൾ കൃപകളായി സ്വീകരിച്ചും കണ്ണുനീരോടെ വിശ്വാസത്തോടെ ഈ അടുത്ത ദിനങ്ങളിലൊക്കെ അവിടെ ശാന്തതയുണ്ടാകുവാൻ, അവിടുത്തെ സഭയ്ക്ക് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി,
അധികാരികൾക്ക് വേണ്ടി, ജനത്തിന് വേണ്ടിയെല്ലാം ദൈവസന്നിധിയിൽ പരിശുദ്ധ കുർബാനകളിലും പരിശുദ്ധ ജപമാല ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയൊക്കെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ നമുക്കൊരുങ്ങാം. അതിനായി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം നിങ്ങൾ ഷെക്കന് ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് കർത്താവിന് സഭയ്ക്കും ഈ മാധ്യമ ശുശ്രൂഷ ഒപ്പം പൊതുസമൂഹത്തിനും അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഭീമാകരമായ ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തുവാനായിട്ട് കർത്താവിൻ്റെ പരിപാലനയുടെ കരങ്ങൾ, നമുക്കിവിടുത്തെ സ്റ്റാഫിന് വേണ്ട സാലറികൾ, അതുപോലെ നമുക്ക് പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സുകളൊക്കെ വാങ്ങേണ്ട സമയമായി 3-4 കൊല്ലമായില്ലേ കംപ്ലൈൻറ്റുകൾ വരാൻ തുടങ്ങി. നമുക്ക് നടത്തി കൊണ്ടുപോകാൻ തന്നെ പാടുപെടുമ്പോൾ പിന്നെ എക്യുപ്മെൻറ്റ്സുകൾ വാങ്ങാൻ യാതൊരു നിർവാഹവുമില്ല. അതിനെ കർത്താവിൻ്റെ ജനം, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ആ മേഖലകളിലൊക്കെ ഒരു തീർപ്പുണ്ടാവുകയുള്ളൂ. നിങ്ങൾ സാധിക്കുന്ന പോലെയൊക്കെ സഹായിക്കണം. ഇതിന് നടത്തിപ്പ്, ഇത് സഭയ്ക്കും സമൂഹത്തിനുമായി ഈ ചാനൽ നിലനിൽക്കാൻ വേണ്ടി ഞങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളും സഹായങ്ങളും സപ്പോർട്ടെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ചോദിക്കുകയാണ്. അതുപോലെ നമ്മുടെ ക്യാൻറ്റീൻ വർക്കുകളൊക്കെ അതിൻ്റെ വാർപ്പും മറ്റു കാര്യങ്ങൾ, തേപ്പ് കാര്യങ്ങൾ, അതിൻ്റെ പ്ലാസ്റ്ററിങ്, അതുപോലെ തന്നെ ഫ്ലോറിങ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒത്തിരി ചിലവുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. കഴിയുന്ന പോലൊക്കെ നിങ്ങൾ സഹായിക്കണം, പ്രാർത്ഥിക്കണം. ഒപ്പം നിങ്ങൾ മറ്റ് സഭയുടെ മറ്റ് മാധ്യമ ശുശ്രൂഷകളെ, ഷാലോമിനെയും ഗുഡ്നെസ്സിനെയും മറ്റ് ശുശ്രൂഷകളൊക്കെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അന്ത്യകാല പ്രേക്ഷിതരുടെ ഈ ചൈതന്യങ്ങളിലെല്ലാം നമ്മൾ നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി നിന്ന് അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച്, യാചനാപൂർവ്വം തുറന്നു പിടിച്ച് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ, ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്ക് വില കൊടുത്ത് വേല ചെയ്തവർ, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോയെ, അൾത്താരയിലേക്ക് കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് അന്ത്യകാല പ്രേക്ഷിതരുടെ നവമായ ചൈതന്യങ്ങളാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മ കൃപാവരങ്ങളിൽ സമ്പന്നരായ ആത്മാക്കളായി നമ്മളെല്ലാം മാറ്റപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളക്കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. അവന്റെ മിഴി ഈ നാളങ്ങൾ പോയി, ഈ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ മിഴി ഈ നാളങ്ങൾ പോയി, ആരാധിക്കുന്നു നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് നമ്മുടെ പെസഹ കുഞ്ഞാടായ ഈശോയെ, നമ്മുടെ ഏക രാജാവും കർത്താവുമായ ഈശോയെ നമ്മൾ ഒന്നിച്ച് വിളിക്കുകയാണ്. അന്ത്യകാല പ്രേക്ഷിതരുടെ സൈന്യത്താൽ നമ്മളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാൻ, നമ്മൾ പ്രകാശിതരാകുവാൻ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ.
ഈശോയെ ഈശോയെ ആരാധന. ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോടെ ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അൾത്താരയിലേക്ക് നമ്മുടെ കരങ്ങളെ പൂർണ്ണമായും നമുക്ക് യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കാം. ഇത് വെറും ഗോതമ്പിന്റെ അപ്പമല്ല, സർവശക്തനും സർവാധിപനുമായ കർത്താവ് തന്റെ ആത്മാവിന്റെ നവമായ ചൈതന്യത്താൽ നമ്മളെ പൂരിതമാക്കുന്ന കൃപയുടെ സമയമാണിത്. ഈ 33 ദിനങ്ങൾ നമ്മുടെ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മളെ വഴി നടത്തുകയായിരുന്നു. അന്ത്യകാല പ്രേക്ഷിതർ അവരുടെ ചൈതന്യം, അവരുടെ ജീവിത രീതി, അവരുടെ സ്വഭാവ സവിശേഷതകൾ ദൈവവചനത്തിൽ നിന്ന്, സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന്, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ റൂഹ നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഈ ചൈതന്യത്താൽ നമ്മുടെ സഭ മുഴുവൻ നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ബഹുമാനപ്പെട്ട വന്യവൈദികർ, എല്ലാ ബഹുമാനപ്പെട്ട വൈദികർ ഈ ചൈതന്യത്താൽ പ്രകാശിതരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമർപ്പിത സന്യസ്യാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മായ പ്രേക്ഷിതർ സുഖാരൂപിയിൽ നിന്ന്, ലോകാരൂപിയിൽ നിന്ന്, സെക്കുലറായ എല്ലാ ചിന്തകളിൽ നിന്ന് എല്ലാം വിടുതൽ പ്രാപിച്ച് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകുന്ന ഈ നവമായ അഭിഷേകത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ എല്ലാം പൂരിതമാകുക. കരങ്ങൾ തുറന്നു പിടിച്ച് നിറ കണ്ണുകളോടെ നമ്മൾ വചനത്തിൽ കണ്ടു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തീരാത്ത ദാഹത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ആരെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ആഗ്രഹത്തോടെ ചോദിക്കുന്നുവോ, അവരെ നിറയ്ക്കുന്നവനാണ്. അവരിലേക്ക് അഭിഷേക കൃപകൾ പകരുന്നവനാണ്. അവരെ അനോയിന്റ് ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ. കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാം മറന്ന് ഈശോയുടെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ച് ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകം കുടുംബങ്ങളിലേക്ക് അത്ഭുത കൃപകൾ ഒഴുകപ്പെടുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു. പൈശാചിക കെട്ടുകൾ, നാരകീയ ബന്ധനങ്ങൾ, സാത്താന്യ പീഡകൾ, അവന്റെ എല്ലാ ആക്രമണങ്ങളും ദിവ്യ കാരുണ്യത്തിന് അനന്ത ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതകളാൽ ഇത് ഛിന്നഭിന്നമായി പോകുന്നു. ഈശോയെ, വിളിച്ച മക്കളെ എല്ലാവരും വിളിച്ച് ഈശോ, ഈശോ, ഈശോ. യേശു നാമത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. യേശു രക്തത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. യേശു വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. പരിശുദ്ധ കുർബാനയുടെ ശക്തി വെളിപ്പെടുന്നു. സ്തുതിക്കുന്നു. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം, പരിശുദ്ധാത്മ കൃപാവരങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 4:33, അപ്പോസ്തല പ്രവൃത്തി 6:8, അപ്പോസ്തല പ്രവൃത്തി 19, 11, 12, അപ്പോസ്തല പ്രവൃത്തി 9:33-34, അപ്പോസ്തല പ്രവൃത്തി 2:4, അപ്പോസ്തല പ്രവൃത്തി 1:14. ഈ വചനത്തിന്റെ കൃപകളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ, ഈശോയെ, ഈശോയെ. വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ. പ്രവചനം നൽകണമേ. ജ്ഞാനം നൽകണമേ. അറിവ് നൽകണമേ. വ്യാഖ്യാനം നൽകണമേ. വിശ്വാസം നൽകണമേ. പുതുഭാഷകൾ നൽകണമേ. രോഗശാന്തികൾ നൽകണമേ. ആത്മാവേ,
പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ആമേൻ കർത്താവേ. സ്തുതിക്കുന്നു ദാസർഗണമേ. കൃപകളും വരങ്ങളും ചൊരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചൊരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. ഒരു നിമിഷം നിങ്ങൾ പരസ്പര കരങ്ങൾ കോർത്തു പിടിച്ച് ഒരു വ്യക്തി മറ്റേ വ്യക്തിയിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. കൃപാവരങ്ങൾ പകരപ്പെടട്ടെ. ആരും മടി കാണിക്കരുത്. കുടുംബങ്ങളിലായിരിക്കുന്നവരെ, സമൂഹങ്ങളിലായിരിക്കുന്നവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും സാധിക്കുന്ന എല്ലാവരും പരസ്പരം കരങ്ങൾ കോർത്തു പിടിക്കുക. മാതാപിതാക്കൾ മക്കളുടെ കരങ്ങൾ കോർത്തു പിടിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കരങ്ങൾ കോർത്തു പിടിക്കുക. ഈ അഭിഷേക കൃപകൾ, അതിസ്വാഭാവിക കൃപകൾ ഇതാ നമ്മിലേക്ക് പകരപ്പെടുന്ന സമയം. പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്. പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്. അമ്മ ഇത് നമ്മുടെ മധ്യ ഉലാത്തുകയാണ്. ആഗ്രഹിക്കുക മക്കളെ, എന്റെ സഹോദരി സഹോദരങ്ങളെ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു 3 പ്രാവശ്യം ഒന്നിച്ച് നമ്മൾ ഒരു മനസ്സോടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു. കൃപാവരങ്ങൾ പകരുക, കൃപാവരങ്ങൾ പകരുക. ജ്ഞാനത്തിന്റെ വചനം, വിവേകത്തിന്റെ വചനം, അറിവിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ്, വിവേചനത്തിന്റെ ആത്മാവ്, അത്ഭുതത്തിന്റെ ആത്മാവ്, പ്രവചനത്തിന്റെ ആത്മാവ്, പുതുഭാഷകളുടെ ആത്മാവ്, വ്യാഖ്യാനത്തിന്റെ ആത്മാവ്, വിശ്വാസത്തിന്റെ ആത്മാവ്, രോഗശാന്തിയുടെ ആത്മാവ് എല്ലാവരിലേക്കും ഒഴുകപ്പെടട്ടെ, നിറയപ്പെടട്ടെ. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകരണമേ. കോർത്ത് പിടിച്ച കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ഒരു മനസ്സോടെ കൃപകളും വരങ്ങളും ചൊരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചൊരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, കരങ്ങൾ അല്പം തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വമേ, ഞാൻ അങ്ങേ ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. അങ്ങേക്കെതിരെ നിന്ന എതിർപ്പ്, സ്നേഹമില്ലായ്മ തുടങ്ങിയവ വഴിയായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ സകല സക്രാരികളിലും വസിക്കുന്ന യേശുവിന്റെ അമൂല്യമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. യേശുവിന്റെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും അസംഖ്യമായ യോഗ്യതകളെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു. ഒരു നിമിഷം വലതുകരം ഉയർത്തി മണിപ്പൂരിലെ ജനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ശാന്തതയുണ്ടാകാൻ, കർത്താവിന്റെ കരം ആ ജനതയുടെ മേൽ പ്രബലപ്പെടുവാൻ, എല്ലാ തിന്മയുടെ പ്രവൃത്തികളും ചിതറിപ്പോകുവാൻ, ശാന്തിയും സമാധാനവും ആ സംസ്ഥാനത്തുണ്ടാകുവാൻ, ഗവൺമെന്റിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി, അധികാരികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് വലതുകരം ഉയർത്തി ഹൃദയനുറുക്കത്തോടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയേ, കർത്താവേ, കരുണ ചൊരിയണമേ. മണിപ്പൂരിലെ ജനതയോട് കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. ഈശോ 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 ഈശോ. സ്തുതിക്കുന്നു. ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരു ഗോത്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ, കൃപ വർഷിക്കണമേ, സമാധാനം നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആമേൻ. ഒരിക്കൽ കൂടെ ഈ 33 ദിനങ്ങൾ വളരെ വിശ്വസ്തയോടെ പങ്കെടുത്ത് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ സ്വന്തമാക്കിയ അഭിഷേകം, നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നന്ദി പറയുകയാണ്. അന്ത്യകാല പ്രേക്ഷിതരുടെ ആ ഗണത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുവാനും എണ്ണപ്പെടുവാനുമായി നമ്മൾ പ്രാർത്ഥിക്കുക. ആ ചൈതന്യത്തിൽ നിരന്തരം ജീവിക്കുക. എൻ്റെ സഹോദരന് ശേഷം ഫോൺ നമ്പർ കാണിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തണം. ഈ ഒരു ചൈതന്യ സഭ മുഴുവനിൽ നിറയപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടിയുള്ള പല ഗ്യാതറിങ്സ് ദേശത്തിൻ്റെ പല ദിക്കുകളിലും നമ്മൾ അത് ക്രമപ്പെടുത്തും. നിങ്ങൾ അങ്ങോട്ടൊക്കെ കടന്നു വരണം. അങ്ങനെ ഇതിൻ്റെ ഫോളോ അപ്പ് ശുശ്രൂഷകൾ പല സമയങ്ങളിൽ കർത്താവ് നമുക്ക് തരും. നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ആ ഒരു ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാറ്റിനോടത്ത് നന്ദി പറഞ്ഞ് ഈ 33 ദിനങ്ങളിലൂടെ കർത്താവ് ചൊരിഞ്ഞ നന്മകള്, അനുഗ്രഹങ്ങള്, ബോധ്യങ്ങള്, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം, ഇതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ 33 ദിനങ്ങളിൽ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുക. പരിശുദ്ധമ്മയുടെ മുല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. എല്ലാവരുടെ മേലെ കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ അവരെല്ലാം മുദ്രിതരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹിതർ മോഹം വിട്ടകന്ന ധീരസാക്ഷികൾ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.